ഹലോ ഗായ്സ്, സ്ട്രെസ് എടുത്ത് വട്ടുപിടിച്ച് ഭ്രാന്തായിട്ടിരിക്കുമ്പോൾ ഒരു ഔട്ടിങ്ങൊക്കെ പോകുന്നത് നല്ലതാണ്. ഈ തിരക്കേറിയ ലൈഫിൻ്റെയും സ്ട്രെസ്സിൻ്റെയൊക്കെ ഇടയിൽ നിന്നുള്ളൊരു എസ്കേപ്പ് ആയിട്ടെങ്കിലും മിനിമം ഒരു 1 ഡേ ട്രിപ്പെങ്കിലും നമ്മൾ പോയിരിക്കും. ക്ലാസ്സും ജോലിയൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് 1 ഡേ ട്രിപ്പേ ഇപ്പോൾ പറ്റൂ. അപ്പോൾ ഇതെൻ്റെ ഹോം ടൗണിനടുത്തുള്ള നിങ്ങൾക്ക് പരിചയമുള്ളൊരു സ്ഥലമാണ് ജഡായിപ്പാറ. ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് 2-3 ദിവസം അടുത്ത് എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോകണമെന്ന്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് അത് നടക്കില്ല. എന്നിരുന്നാലും ഇപ്പം നമ്മൾ പോകുന്നത് വർക്കലയിലോട്ടാണ്. നമ്മുടെ പെൺപിള്ളേർക്കുള്ള ഒരു പ്രത്യേക സ്കിൽ ഉപയോഗിച്ച് ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഞാൻ ഈ വഴി വരെ ഇവനെ എത്തിച്ചത്. എന്നിരുന്നാലും ഞാൻ തന്നെ വഴി സെറ്റാക്കി ഞങ്ങൾ കറക്റ്റ് ലൊക്കേഷനിൽ കുറച്ച് തെണ്ടി തിരിഞ്ഞായാലും അങ്ങ് എത്തി. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആണോ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല. അതുകൊണ്ട് തന്നെ ഹൈലി റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു പ്ലേസാണിത്. അതെ, ഇതാണ് ബെല്ല കാസ. നമ്മുടെ വർക്കലയിലുള്ള ഒരു റിസോർട്ടാണ്. ഒരു 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുന്നതിൽ തെറ്റില്ല എന്ന് തോന്നിയ ഒരു റിസോർട്ട്. എനിക്കറിയാം ഈ വീഡിയോ ഇടുന്നതിൻ്റെ പുറകിൽ ഒരുപാട് ചോദ്യങ്ങൾ വരും. നിങ്ങൾ രണ്ടും തനിച്ചാണോ പോയത്? കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഇങ്ങനെ ഒന്നിച്ചു പോവാമോ? ബട്ട് ആസ് എ ഇൻഫ്ലുവൻസർ ഇതെൻ്റെ ജോലിയുടെ ഭാഗമാണ്. പിന്നെ അവളൊരു വലിയ ഇൻഫ്ലുവൻസർ. ശരിയാ, വലിയ ഇൻഫ്ലുവൻസർ അല്ലെങ്കിലും ഞാൻ ചെറിയൊരു ഇൻഫ്ലുവൻസറാണ്. മാത്രമല്ല എൻ്റെ എക്സ്പെൻസിന് വേണ്ടിയിട്ടുള്ള ഇൻകം ഞാൻ ഇതിന് കണ്ടെത്തുന്നുണ്ട്. അപ്പം പിന്നെ മറ്റുള്ളവരെ കൺസിഡർ ചെയ്തിരുന്നാൽ അവരെൻ്റെ കാര്യങ്ങൾ നോക്കില്ലല്ലോ. ആൻഡ് പ്രധാന കാര്യം എനിക്ക് തന്നെ അറിയാം, ആൻഡ് എൻ്റെ വീട്ടുകാർക്ക് തന്നെ അറിയാം. അതെല്ലാം ഞാൻ എല്ലാവരെയും കൺസിഡർ ചെയ്യണം എന്നാണെങ്കിൽ ഒരു 10-ാം തീയതി ആകുമ്പോൾ ഒരു 10-15,000 രൂപ എനിക്ക് ഫീസ് അടയ്ക്കണം. അത് വീട്ടിൽ കറക്റ്റായിട്ട് എത്തിച്ചാൽ മതി. അപ്പം നമ്മുടെ സബ്ജക്റ്റിലോട്ട് വരട്ടെ. ബെല്ല കാസ. വർക്കല വരുന്നവർക്ക് എന്തുകൊണ്ടും ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റിസോർട്ട് തന്നെയാണ് ബെല്ല കാസ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ എന്നെപ്പോലെ വലിയ റഷും ബഹളവും ഒന്നും വേണ്ടാതെ കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ എൻജോയ് ചെയ്യാൻ വരുന്നവരാണെങ്കിൽ ഇത് തന്നെയാണ് ബെസ്റ്റ് ചോയ്സ്. കാരണം ഇത്രയും കാമായിട്ടുള്ള സ്ഥലം വേറെ നിങ്ങൾക്ക് വർക്കലയിൽ കണ്ടെത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേ കണ്ടില്ലേ, ദൂരോട്ടെങ്ങും പോകണ്ട. എൻജോയ് ചെയ്യാനാണെങ്കിൽ നമുക്ക് റിസോർട്ടിന്റെ മുമ്പിൽ തന്നെ നിന്ന് അടിച്ചു പൊളിക്കാം. ഞങ്ങൾ പോയ നല്ല കാറ്റും മഴയായിരുന്നു. എടുത്തു പറയേണ്ട ആവശ്യമില്ല, ഈ വീഡിയോ ഒരു വട്ടം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ റിസോർട്ടിന്റെ ആംബിയൻസിനെ പറ്റി. അതുകൊണ്ട് തന്നെ ഞാൻ ചീപ്പ് റേറ്റ് എന്ന് പറഞ്ഞ് കൂടുതൽ തള്ളി മറിക്കുന്നില്ല. പക്ഷെ അഫോർഡബിൾ ആണ്. ഈ പ്രൈസിൽ നമുക്കൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റും ഒരു കിഡ്സ് ഫ്രണ്ട്ലി പൂളും പിന്നെ നല്ല അടിപൊളി വ്യൂവും ഇവിടെ തന്നെ കിട്ടുള്ളൂ. എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഇവിടുത്തെ സ്റ്റാഫ്. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള നമ്മുടെ എന്ത് ആവശ്യങ്ങളും അറിഞ്ഞ് ചെയ്തു തരുന്ന സ്റ്റാഫുകളാണ്. കുറച്ച് കോണ്ടന്റ് വീഡിയോസ് എടുക്കാമെന്ന് പറഞ്ഞ് ഒരുങ്ങി തുള്ളി ചാടി പോയതാണ് ഞങ്ങൾ. മഴ ചതിച്ചതുകൊണ്ട് അതേപോലെ തിരിച്ചു കയറി വരേണ്ടി വന്നു. എന്നാലും മഴ നല്ലപോലെ ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട്. ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും കപ്പിൾസായിട്ടും എങ്ങനെ വേണേലും നിങ്ങൾക്ക് ഇവിടെ വരാം. ഈ ആംബിയൻസ് കണ്ടപ്പോഴേ എൻ്റെ കിളി പോയി. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കായി ഉണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് തന്നെ എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഫുള്ളാവുന്നത് വരെ ഞാൻ മാക്സിമം റീലും വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് നിറച്ചു. ഒരു ബുഫേ ബ്രേക്ക്ഫാസ്റ്റും രാവിലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് എടുത്തു പറയേണ്ട, കാണുമ്പോൾ തന്നെ അറിയാം ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഗൂഗിൾ മാപ്പിൽ ബെല്ല കാസ റിസോർട്ട് വർക്കല എന്ന് അടിച്ചു കൊടുത്താൽ മതി, വേറെ ലൊക്കേഷൻ കിട്ടും. അപ്പോൾ നമ്മുടെ ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞു. നമുക്ക് ആവശ്യമുള്ള കോണ്ടൻസും വീഡിയോസും ഒക്കെ എടുത്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. ഇറങ്ങാൻ നേരം വീണ്ടും മഴയായതുകൊണ്ട് കുറച്ച് നേരം കൂടെ അവിടെ നിന്ന് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തു. കൂട്ടിൽ ഞങ്ങൾക്ക് കുറച്ച് ഫ്രണ്ട്സിനെയും കിട്ടി. അവരും വ്ളോഗേഴ്സ് ആയിരുന്നു കേട്ടോ. അവരും ഞങ്ങളെപ്പോലെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങളും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഒന്നിച്ചെടുത്തു. അങ്ങനെ യാത്ര പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. അവരും നാട്ടിലേക്ക് പോവാണ്. പറഞ്ഞു വരുന്നത്, വീക്കെൻഡിലൊക്കെ ഓരോ ഫ്രീ ഡേയ്സ് കിട്ടുമ്പോൾ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒരു ചെറിയ ഔട്ടിങ്ങിനെങ്കിലും പോകുന്നത് മൈൻഡ് നല്ല റിഫ്രഷ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.